നമ്മുടെ ഈ മൺസൂൺ കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി ഐറ്റം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ഇതാണ് ക്വിക്ക് ചാർജ് മൊഡ്യൂള്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് മൊബൈൽ ഫോണൊക്കെ ഏതൊരു വോൾട്ടേജ് റേഞ്ചിൽ നിന്നും ചാർജ് ചെയ്യാൻ സാധിക്കും. 6 തൊട്ട് 32 വരെ വോൾട്ട് ഇൻപുട്ട് കൊടുക്കാം. ഔട്ട്പുട്ടിൽ നമുക്ക് USB ചാർജിങ് പോസിബിൾ ആവും. ഇതിനകത്ത് ഈ പറയുന്ന പ്രോട്ടോക്കോളുകളെല്ലാം സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക മൊബൈൽ കമ്പനികളും ഇതിനുമായിട്ട് കോമ്പാറ്റബിൾ ആണ്. ഇനി നമുക്ക് ആദ്യം തന്നെ നമുക്ക് സോളാർ പാനലിൻ്റെ വയറുകൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ വോൾട്ടേജ് ഒന്ന് നോക്കാം. 14.2 വോൾട്ട് കാണിക്കുന്നുണ്ട്. ഇത് ഓപ്പൺ ആയിട്ടുള്ള വോൾട്ടേജാണ്. നമുക്കിത് ലോഡ് കണക്ട് ചെയ്യുമ്പോൾ ഇതിലും കുറയും, 12 താഴെയാവും. അപ്പോൾ നമുക്ക് അത്യാവശ്യം ചെറിയൊരു സോളാർ പാനൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മൊഡ്യൂളുമായിട്ട് ഇതേപോലെ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിനു ശേഷം വോൾട്ടേജ് നോക്കുവാണെങ്കിൽ കൃത്യം 5.1 വോൾട്ട് ഉണ്ട്. വളരെ കുറഞ്ഞ സൂര്യപ്രകാശം ആണെങ്കിൽ കൂടി നമുക്ക് പോർട്ടബിൾ ആയിട്ടുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ പെട്ടെന്ന് തന്നെ ഇത് ഉപയോഗിച്ചിട്ട് ചാർജ് ചെയ്യാൻ സാധിക്കും. ഇത് മാത്രമല്ല കേട്ടോ, ക്വിക്ക് ചാർജ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന മൊബൈൽ ആണെങ്കിൽ അത് ജസ്റ്റ് കണക്ട് ചെയ്യുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കലായിട്ട് ആ മോഡിലേക്ക് പോകും. സ്പീഡിൽ തന്നെ ചാർജിങ് പോസിബിൾ ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ തരത്തിലുള്ള പവർ ബാങ്ക് ഒക്കെ വളരെ വേഗം തന്നെ ചാർജ് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു സംഗതി പ്രത്യേകിച്ച് നമ്മുടെ മൊബൈൽ ചാർജർ അഡാപ്റ്ററൊക്കെ നമ്മൾ എടുക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട. നിങ്ങളുടെ ടിവിയുടെ സെറ്റപ്പ് ബോക്സോ അല്ലെങ്കിൽ 12 വോൾട്ടിൻ്റെ എന്തെങ്കിലും ഒരു അഡാപ്റ്റർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതിലേക്കൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്യുക. അപ്പോഴും നമ്മുടെ ഈ മൊഡ്യൂള് നമ്മുടെ ഈ മൊബൈൽ ഫോണിന് കോമ്പാറ്റബിൾ ആയിട്ടുള്ള വോൾട്ടേജും കറണ്ടിലേക്ക് ഇതിനെ മാറ്റിയെടുക്കുന്നതായിരിക്കും. ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ടാഗ് സെക്ഷൻ ഇട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് പ്രോഡക്റ്റ് പർച്ചേസിങ്ങിൻ്റെ. അപ്പോൾ എന്ത് തന്നെയായാലും ഇത്തരം അറിവുകൾ, പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് മേഖലയിലെ പ്രാക്ടിക്കൽ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.